അത് സ്വാഭാവികമല്ലേ. ഞാനൊരു വിളി വിളിച്ച പോലീസുകാര് അവനെ തല്ലും. കൊന്നേക്കാൻ പറഞ്ഞ ചിലപ്പോ അവരവനെ കൊല്ലും. അതെന്റെ വാശിയാ. നിന്റെ വാശി നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞാണല്ലോ. നമുക്ക് നോക്കാം ആരാ ജയിക്കാൻ പോണേന്ന്. ഞാൻ തോറ്റു മാഡം. അതൊന്നും പാടില്ല. എനിക്ക് ചെറുപ്പക്കാരികളായ പെൺകുട്ടികള് ചങ്കൂറ്റം കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അത്തരക്കാരെ നേരിട്ട് എതിർത്താലും മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിക്കും. ഇനി അഥവാ പോലീസ് ലോക്കപ്പിൽ കിടന്ന് നിന്റെ ഭർത്താവ് ചത്തുപോയാ പോലും നീ ഒരാളുടെയും കാൽക്കൽ വീഴരുത്. ഈ ധിക്കാരത്തോടെ നിൽക്കണം. മാഡം വിവേകിനെ വിടാൻ പറയണം. മാഡം മാഡം പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം. ഏട്ടനോട് പറയാൻ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇങ്ങോട്ട് നോക്ക്. എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം നീ നിഷേധിച്ചപ്പോ അവിടെ വെച്ച് എല്ലാം മതിയാക്കിയതാ ഞാൻ. എന്റെ തെറ്റാണ് മാഡം, ഞാൻ പറഞ്ഞോളാം. വിവേകിന്റെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഓക്കെ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോ അത് നിഷേധിക്കുന്നത് ശരിയല്ല. നീ പോയിട്ട് വാ. അകത്ത് പോയിട്ട് സൂര്യയുടെ മുമ്പിലെത്തിയപ്പോ അയ്യോ പതറിപ്പോയി, ഒന്നും പറയാൻ സാധിച്ചില്ല എന്നാണ് നീ തിരിച്ചു വരുമ്പോ പറയുന്നതെങ്കിൽ ഭർത്താവിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു തിരി കത്തിച്ച് നീ കാവലിരിക്കുന്നത് എനിക്ക് കാണേണ്ടി വരും. ഓ മമ്മി, അവള് നമ്മളെ ചതിക്കൂ? സൂര്യയുടെ സത്യങ്ങളെല്ലാം അവള് തുറന്നു പറഞ്ഞ കാല് വയ്യാതാണ് കിടക്കുന്നതെന്നും അവൻ നോക്കില്ല. അതാ എന്റെ പേടി. അവളുടെ കഴുത്തിലേ ഞാനൊരു കുരുക്കിട്ടിട്ടുണ്ട്. അതെടുത്ത് കളയാൻ അവള് ശ്രമിച്ചാൽ അതേ കുരുക്ക് അവളുടെ ഭർത്താവിന്റെ കഴുത്തിൽ വീഴും. എവിടെ നോക്കിയാലും അവൾക്കും അവനും വേദനിക്കും. ഇനിയല്ല അവളുടെ ഇഷ്ടം. നിങ്ങൾ ആരും എന്താ എന്റെ അടുത്ത് വരാതിരുന്നേ? ഞാൻ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമാണെന്ന് അറിയൂ? വിവേക് എവിടെ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മാറിക്കാൻ തോന്നിയേ? ഏട്ടനെ ഈ കണ്ടീഷനിൽ കാണാൻ പറ്റാത്തതുകൊണ്ടാ വരാതിരുന്നത്. ഭാരതി, നന്ദിനി എന്റെ അടുത്ത് വരുന്നില്ല. എത്ര തവണ ഞാൻ വിളിച്ചെന്നറിയൂ? എന്താ അയാൾ എന്റെ അടുത്ത് വരാത്തത്? പറ ഭാരതി, നീ നന്ദിനെ കണ്ടില്ലേ?
അവളെന്താ നിന്നോട് പറഞ്ഞത്?